അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഇത് ഒരു പ്രായശ്ചിത്തമാണ് ചെയ്തത്, രണ്ടാമത്തത് ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വഴിയായിട്ടാണ് എന്ത് ചെയ്തത് രണ്ട് കൂട്ടരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം CMൻ്റെ കാറിൽ വന്ന് ഇറങ്ങിയതും അദ്ദേഹം CM എന്ന് പറയുന്നത് ഒരു ഭക്തനാണ് എന്ന് പ്രഖ്യാപിച്ചതും ഈ സമയം വരെയും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പറ്റി ഭക്തനാണ്, വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെതിരിൽ ഒരു പ്രസ്താവനയും നടത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെ താലോലിച്ച് കൊണ്ടു നടക്കുന്നൊരവസ്ഥ. അപ്പോൾ അതൊക്കെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ മാത്രമല്ല, മതവിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാതെ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ചാൽ അവരാണ് വോട്ട് ചെയ്തോളും എന്ന അതാണ്. അത് ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ. ഇവർക്കൊന്നൊരു ബുദ്ധിയില്ല, ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ അത് അവസാനം ഇലക്ഷൻ വരുന്നതിന് മുമ്പ് 4 ആളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രോഗ്രാമും പ്രസംഗവും നടത്തിയ വിഷയമാണ് തീരും.